തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും പാലക്കാടും 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ചത് ആ ചരിത്ര വിജയമാണെങ്കിൽ നിലമ്പൂരിൽ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ഒരു വലിയ ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ടാവും. അത്രമാത്രം ഒരു കാലത്തുമില്ലാത്ത പോലെ ജനങ്ങളുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു UDF സ്ഥാനാർത്ഥി വിജയം. PV അൻവർ മത്സരിക്കുന്നു. തൃണമൂല PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ UDF നേതൃത്വമാണ് അക്കാര്യം ചർച്ച ചെയ്യുന്നത്. അവരാണ് തീരുമാനിക്കുന്നത്. അത് അവരാണ് ഈ കാര്യങ്ങൾ അപ്ഡേറ്റ്. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ അൻവറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും UDF നേതൃത്വമാണ് ചർച്ച ചെയ്യുന്നത്. UDF നേതൃത്വം ആ കാര്യത്തിൽ അപ്ഡേറ്റ് ചെയ്യും. ഒരു തരത്തിലുമുള്ള വെല്ലുവിളി താങ്കൾക്കാവില്ല. ഞാനിത് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ അതിൽ കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വീകരിച്ച നിലപാടാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്ത് ഇപ്പോഴും ഉണ്ടാകുന്നത്. PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് UDF നേതൃത്വമാണ് മറുപടി പറയേണ്ടത്. ആ വിഷയങ്ങളിൽ UDF നേതൃത്വം മറുപടി പറയുമെന്ന് തന്നെയാണ് ഇപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. എന്തായാലും PV അൻവർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് വെല്ലുവിളിയാകുമോ എന്നുള്ള ചോദ്യത്തിനും അതിന് നേതൃത്വം മറുപടി പറയുമെന്നതിനപ്പുറം ഒരു വ്യക്തത വരുത്താൻ ആര്യാടൻ ഷൗക്കത്തും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ രാത്രിയിൽ നേരിട്ട് എത്തി കണ്ട് സംസാരിച്ചിരുന്നു. വിവരങ്ങൾ നൽകിയത്.